പിടിച്ചോണം, താഴ്ത്തണ്ട ചവിട്ടി. ആക്സിലേറ്ററിൽ ചവിട്ടി താഴ്ത്തി കഴിഞ്ഞാൽ വണ്ടി നമ്മളെ മരിച്ചുകൊണ്ട് വിക്കളയും. മാഡം തന്നെ ആയിരിക്കണം ഈ വണ്ടിയെ നീക്കേണ്ടത്. അപ്പോൾ അതിലുള്ള ചവിട്ട് ജസ്റ്റ് ഒരു പ്രസ്സിങ് വന്നിട്ട് നമ്മുടെ ആവശ്യത്തിന് വേണം എന്ന് തോന്നിയാൽ മാത്രമേ അത് വീണ്ടും താഴാവുള്ളൂ. ബ്രേക്കിലൊന്ന് കാല് വെച്ച് ഒന്ന് ആക്സിലേറ്ററിൽ വന്ന് അത്രേ ഉള്ളൂ. കാലവിടെ ചെന്നാൽ മതി, പിന്നെ നമ്മുടെ ആവശ്യത്തിന്. ഓക്കെ ആണോ? ഒന്നുകൂടെ ബ്രേക്കിൽ വന്ന് ഇത് മുന്നിലേക്ക് പോകണമെങ്കിൽ എന്താ ചെയ്യേണ്ടത് മാഡം? ചുമ്മാ ഓക്കെ, എന്നാ ഡ്രൈവ് മോഡിലേക്ക് ഒന്ന് മാറിക്കും. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടത്? ആ, ബ്രേക്ക് ഹോൾഡ് ചെയ്ത് പിടിച്ചോണം, ബ്രേക്ക് വിടരുത്. ആ, അങ്ങനെ പോരാ. ഇനി മുന്നിലേക്ക് എടുക്കണമെന്നില്ല. ആ, മുന്നിൽ എന്തെങ്കിലും ഉണ്ടോ നോക്കിക്കോ. ആ, അപ്പോൾ എന്ത് ചെയ്യണം? മുട്ടും ഇല്ലെന്ന് അറിയാതെ ഇപ്പം നോക്കിക്കും മേഡത്തിന് അകലം ഉണ്ടോ നമ്മളുമായിട്ട്? നമ്മൾ ഒരുപാട് അകന്നല്ലേ നിൽക്കുന്നത്. അപ്പം മുന്നിലേക്ക് നമുക്ക് ധൈര്യമായിട്ട് ചെല്ലാം. നമ്മൾ ടേൺ ചെയ്ത് ഇറങ്ങി പോകാൻ പോകുന്നത്, ശരിയല്ലേ? ആ പോസ്റ്റ് സ്ഥിരമായിട്ട് നമ്മളിങ്ങനെ സെന്ററിൽ കണ്ടുകൊണ്ടിരിക്കരുത്. നമ്മൾ മുന്നിലേക്ക് ചെല്ലുമ്പോൾ ടേൺ ചെയ്യുമ്പോൾ പോസ്റ്റ് ഇങ്ങനെ മാറി മാറി വരണം. ഈ എഡ്ജിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ സേഫായിട്ട് വെളിയിൽ ഇറങ്ങിയെന്ന് അർത്ഥം. ഓക്കെയാണ്. പത്തി ഒന്ന് ഇറക്കി നോക്കാൻ നോക്കാം. തിരിഞ്ഞില്ല, പതിയെ തിരിച്ചു വന്നേക്കും. ആ, നിൽക്കട്ടെ മാഡം. ഒന്ന് ലെഫ്റ്റിലേക്കും തിരിച്ച്, സ്റ്റിയറിങ് ഫുള്ള് തിരിച്ച്, ഫുള്ള് തിരിച്ച്, ഫുള്ള് തിരിച്ച് തിരിക്കി. ഇപ്പോൾ ഒരു കൈ വെറുതെ വെച്ചിരിക്കുകയല്ലേ, ഇതൊന്ന് ന്യൂട്രലാക്കിക്കുക. അത് ന്യൂട്രലല്ല. ഹാൻഡ് ബ്രേക്ക് ഒന്ന് നന്നാക്കി. ഇനി ഒന്ന് ലെഫ്റ്റിലേക്ക് തിരിച്ച്. നമുക്ക് രണ്ട് കൈയും ആവശ്യമുണ്ട്. റൈറ്റിലേക്ക് തിരിച്ച്. ഇപ്പോഴും ഒരു കൈ ഉപയോഗിക്കുന്നില്ല, അതേണ്ട വെറുതെ വെച്ചിരിക്കുകയല്ലേ. രണ്ട് കൈ ഉപയോഗിക്കും, രണ്ട് കൈ ഉപയോഗിക്കും. ആ രണ്ട് കൈയും ഒരു കൈ കൊണ്ട് വലിക്കുമ്പോൾ ഒരു കൈ കൊണ്ട് മുകളിലേക്ക് തള്ളി തള്ളി കൊടുക്കും. ഈ കൈ കണ്ട വെറുതെ വെച്ചിരിക്കുക. ഈ കൈയും കൂടെ ഉപയോഗിച്ച് ഇവിടുന്ന് മുകളിലേക്ക് തള്ളി കൊടുക്കുമ്പോൾ ആ കൈ കൊണ്ട് വലിക്കും. ആ, അതെ, അങ്ങനെ ശരീരം അനക്കരുത്. ആ, അത്രേ ഉള്ളൂ. ഇനി ലെഫ്റ്റിലേക്കും തിരിച്ചു. അപ്പോഴും രണ്ട് കൈ ഉപയോഗിക്കും. ആ, അങ്ങനെ കറങ്ങി വരട്ടെ. ഇല്ല മാഡം, ഒരു കൈ ഉപയോഗിക്കുന്നു. മാഡം സ്റ്റിയറിംഗിൽ നോക്കണ്ട, റൈറ്റിലേക്കൊന്ന് തിരിച്ച്, നോക്കാതെ തിരിച്ച്. രണ്ട് കൈയും എടുത്തെടുത്ത് തിരിച്ച്. കൈ എടുത്തെടുത്ത് വാ, രണ്ട് കൈ എടുത്തെടുത്ത് വാ. ആ, കൊണ്ടുവരട്ടെ. കാണാപ്പാടം പോലെ ചെയ്യാൻ നോക്കരുത്. രണ്ട് കൈ അതിൻ്റെ ഇഷ്ടത്തിന് വിട്ടുകൊടുത്തേക്ക്. റൈറ്റിലേക്ക് ഇങ്ങനെ തിരിച്ചുകൊണ്ടിരുന്നാൽ മതി. തിരിച്ച് തിരിപ്പം ലെഫ്റ്റിലേക്ക്, റൈറ്റിലേക്ക് തിരിച്ച് തിരിക്കി. രണ്ട് കൈയും മറക്കിയട്ടെ. ശരീരം കൂടെ അതിൻ്റെ കൂടെ അനങ്ങുന്നുണ്ട്. ശരീരം വേണ്ട, കൈ മാത്രം മതി. ഒന്ന് ലെഫ്റ്റ് ഫുള്ള് തിരിച്ച്. തിരിഞ്ഞില്ല, തിരിഞ്ഞിട്ടുമില്ല. കുറച്ചുകൂടെ അത് ക്വിക്കായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് നോക്കും മേഡം. അതിലോട്ട് ശ്രദ്ധ കൊടുക്കണ്ട, സ്റ്റിയറിംഗിൽ നോക്കിയിരിക്കുകയും വേണ്ട. റൈറ്റ് തിരിച്ച് പോരാ. ഒന്ന് ലെഫ്റ്റിലേക്ക് തിരിച്ച്. ഇത് തന്നെ കുറച്ച് ഈസി ആയിട്ട് ഒന്നുകൂടെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കിയാൽ. റൈറ്റിലേക്ക് നമ്മളിങ്ങനെ, നമ്മുടെ റോഡ് എന്ന് പറഞ്ഞാൽ തീരെ ഇടുങ്ങിയ വഴിയാണ്. നമ്മളിങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ വണ്ടി അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല, ഉറപ്പാണ്. അവിടുന്ന് പുറത്തിറക്കാനും പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ മാഡം ഇങ്ങനെ തിരിക്കുന്ന സമയം കൊണ്ട് വണ്ടി അറ്റത്ത് ചെല്ലും, ശരിയല്ലേ? കൈ കുറച്ചുകൂടി മൂവ് ചെയ്യണം സ്റ്റിയറിങ്ങിൽ. കുറച്ചുകൂടി എളുപ്പം തിരിച്ച് ലെഫ്റ്റിലേക്ക്. എപ്പോഴും ഒരു കൈ കൂടെ അങ്ങനെ എളുപ്പം വർക്കാവട്ടെ. ഇതും പോരാ, ഈ സമയവും പോരാ. കാരണം എന്ന് വെച്ചാൽ ഓടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ മാഡം ഒരു സെക്കൻഡ് ഇതിൽ റിലീസ് ആവുന്നുണ്ട് കൈ ഇതിൽ നിന്ന്. ആ റിലീസ് ആകുന്ന സമയത്ത് വണ്ടി വീണ്ടും നേരെ ആകാൻ നോക്കും, ശരിയല്ലേ? രണ്ട് കൈ ഇങ്ങനെയല്ലേ പിടിച്ചിരിക്കുന്നത്. ഈ കൈക്ക് എവിടം വരെ ടേൺ കിട്ടും? റൈറ്റിലേക്ക് തിരിച്ചാ. ആ, അത്രയും കിട്ടിയില്ലേ? വിരൽ വെച്ച് പിടിക്കരുത്, അതെ, ലോക്ക് ചെയ്ത് പിടിക്കരുതേ. ഓക്കെ, ഈ കൈ റിലീസ് ചെയ്തേ. ഇത് മേളിലേക്ക് കൊണ്ടുപോയിക്കേ. ആ, അങ്ങനെ വീണ്ടും ഈ കൈ ഇത് ഇവിടുന്ന് തന്നെ തിരിച്ചു പോവാം. കഴിഞ്ഞു. ഓക്കെ, ഇനി ഈ കൈ ഉണ്ടോ അതുപോലെ ഒന്ന് തിരിച്ച്. റൈറ്റും ലെഫ്റ്റും അത് ഒഴിവാക്ക്. ഇനി ഈ കൈ ഉണ്ടെന്ന് റൈറ്റും ലെഫ്റ്റും തിരിച്ച്. എളുപ്പം തീർന്നില്ലേ? ഇനി ലെഫ്റ്റിലോട്ട് തിരിച്ച്. ഓക്കെയാണ്. ഇനി രണ്ട് കൈ ഒന്ന് തിരിച്ച് നോക്കി. അപ്പോൾ ഒരു കൈ കറങ്ങണം, ഒരു കൈ വലിച്ചുകൊണ്ടിരിക്കണം സ്റ്റിയറിങ്ങിൽ. കറങ്ങട്ടെ. മറ്റേ കൈ കൊണ്ട് വലിച്ചുകൊണ്ടിരുന്നു. ആ, അതെ തന്നെ, വലിച്ചുകൊണ്ടിരുന്നു. ഓക്കെയാണ്. ഇനി ലെഫ്റ്റ് തിരിക്കുമ്പോൾ
അല്ല, ആ കൈ കറങ്ങണം, ഇതുകൊണ്ട് വലിച്ചുകൊണ്ടിരിക്കണം, വലിച്ചെടുക്കും. അത് തന്നെ വരട്ടെ. ഓക്കെ ആണോ? ഇത് തന്നെ ഒന്ന് 2 കൈ കൊണ്ട് ഇനി റൈറ്റിലോട്ട് തിരിച്ച്, റൈറ്റ് തിരിക്കും. ആലോചിക്കാതെ ചുമ്മാ കൈയുടെ ഇഷ്ടത്തിന് വിട്ടുകൊടുത്തേരും. കഴിഞ്ഞില്ലേ? ലെഫ്റ്റ് തിരിച്ച്. ആലോചിക്കരുത്. അത്രേ ഉള്ളൂ. എളുപ്പം തിരിക്കും. റൈറ്റ് തിരിച്ച്. ലെഫ്റ്റ് തിരിച്ച്. സ്റ്റിയറിംഗ് ആയിട്ട് നോക്കരുത് കേട്ടോ. പിന്നെ റൈറ്റ് തിരിച്ച്. നമ്മുടെ ആ ഇടവഴിയിൽ കയറണമെങ്കിൽ ഇങ്ങനെ തിരിച്ചാലേ വണ്ടി കയറത്തുള്ളൂ. അല്ലാതെ എന്ത് ചെയ്താലും ഈ വണ്ടി അവിടെ കയറി വരില്ല. അല്ലെങ്കിൽ മേഡം അവിടെ നിന്ന് പതിയെ കയറണം. അതൊരിക്കലും നടക്കുന്ന കാര്യമല്ല. കാരണം വെച്ചാൽ നമ്മുടെ പുറകെ വരുന്നവന് അത്ര ക്ഷമയൊന്നും കാണത്തില്ല. ശരിയല്ല, നമ്മളെ ഇറിറ്റേറ്റ് ചെയ്യാൻ തുടങ്ങും അവർ. അതിങ്ങനെ ക്വിക്കായിട്ട് നമുക്ക് തിരിഞ്ഞ് മാറാൻ പറ്റണം വണ്ടിയുമായിട്ട്. റൈറ്റ് തിരിച്ച്. ആ 3 വളവും നമുക്ക് ഇങ്ങനെ തിരിച്ചാലേ വണ്ടി കയറത്തുള്ളൂ. ലെഫ്റ്റ് തിരിച്ച്. കഴിഞ്ഞു വേണ്ട. റൈറ്റ് തിരിച്ച്. അതായിട്ട് നോക്കാതെ അത് മറന്നേക്ക്. ഇനി കൈ അതിൻ്റെ ഇഷ്ടത്തിന് വിട്ടേക്ക്. ലെഫ്റ്റ് തിരിച്ച്. എളുപ്പം തിരിക്കും. ഇങ്ങനെ കയറി ഇറങ്ങുകയും ചെയ്യാൻ പറ്റുള്ളൂ. ഈ റോഡിൽ നിന്ന് നമ്മുടെ പോക്കറ്റ് റോഡിൽ കയറണമെങ്കിലും ഇങ്ങനെ തിരിക്കേണ്ടി വരും. തിരിച്ച് നമ്മുടെ ആ 3 വളവുകൾ എടുക്കണമെങ്കിലും ഇങ്ങനെ തിരിക്കേണ്ടി വരും. വണ്ടി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങണമെങ്കിലും ഇങ്ങനെ തിരിക്കേണ്ടി വരും. ഇല്ലാതെ വണ്ടി വരില്ല. ഓക്കെയാണ്? റൈറ്റ് തിരിച്ച്. ഇനി കാണാപ്പാടം പഠിക്കരുത്. ഓക്കെയാണ്? ലെഫ്റ്റ് തിരിച്ച്. കൈ വഴങ്ങത്തില്ലേ? ഇനി ഈസി അല്ലേ? ഒന്നുമില്ല, കാണാപ്പാടം പഠിക്കാതിരുന്നാൽ മതി. ഇതായിട്ട് ആലോചിക്കരുത്, ഇതായിട്ട് നോക്കാൻ വരരുത്. കൈയുടെ ഇഷ്ടത്തിന് വിട്ടുകൊടുത്തേക്കണം. എങ്ങോട്ട് തിരിയണോ അങ്ങോട്ട് കൈ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. മതി, അത്ര മതി. തിരിക്കാൻ പറ്റുമെന്ന് ഉറപ്പല്ലേ? വേണ്ട, നേരെ നോക്കണ്ട, അങ്ങനെ തന്നെ പിടിച്ചു. ഓക്കെ, ഇത് എങ്ങോട്ട് തിരിഞ്ഞിരിക്കാന്ന് ഇപ്പം മേഡത്തിന് അറിയില്ല. വണ്ടി മുന്നിലേക്ക് പോകുമ്പോൾ നമുക്ക് പോകേണ്ട വഴിയിലേക്ക് തന്നെ തിരിച്ചുകൊണ്ട് വന്നോണം. ഓക്കെ ആണോ? ഡ്രൈവിലേക്ക് ബ്രേക്ക് പ്രസ് ചെയ്തിട്ട് ഡ്രൈവിലേക്ക് മാറും. പതിയെ ബ്രേക്ക് റിലീസ് ചെയ്യുന്നതനുസരിച്ച് വണ്ടി മുന്നിലേക്ക് പോകും. എങ്ങോട്ടാ പോകുന്നത് നോക്കുക. നമുക്ക് എങ്ങോട്ടാ വരേണ്ടത് അങ്ങോട്ടേക്ക് കൊണ്ടുവന്നോണം. നോക്ക് വണ്ടി വരുന്നത് നോക്ക്. പയ്യെ വിട്ടു നേരെ ആക്കി കൊണ്ടുപോകാം. അങ്ങനെയല്ല, കൈ ഫ്രീ ആയിട്ട് വിട്ടു കൊടുത്തേക്കണം കേട്ടോ. അത്രയും ഫാസ്റ്റ് ആക്കിയില്ലെങ്കിലും 2 കൈയും റോൾ ചെയ്ത് വരണം. പോവല്ലേ പറയുന്ന വണ്ടിയുണ്ട്. അതിന് പതിയെ മൂവ് ചെയ്യട്ടെ. വാ, റോൾ ചെയ്ത് വാ. വിട്ടു കൊടുക്കും. നോക്ക്, നമ്മുടെ വഴിയിലേക്ക് വരുന്നുണ്ടോ നോക്ക്. കൊണ്ടുപോകാൻ വണ്ടി. പിന്നെ മേഡം പഴയ പരിപാടി തന്നെ തുടങ്ങി. അങ്ങനെ വണ്ടി വിട്ടു കൊടുക്കും. പതിയെ ഇല്ല, വിട്ടു കൊടുക്കും. പതിയെ റിലീസ് ചെയ്ത് കൊടുക്കും ബ്രേക്ക്. ഓക്കെ ആണോ? അതെ, എല്ലായിടത്തും നമുക്ക് ഫുൾ റൗണ്ട് വേണ്ടി വരില്ല. പക്ഷെ കൈയുടെ മൂവ്മെന്റ് അങ്ങനെ ആയിരിക്കണം. ഫോട്ടോ വിട്ടു കൊടുക്കും. കുഴപ്പമില്ല, അത് കാണാപ്പാടം പഠിക്കണ്ട. ടെൻഷനും തലേ വെക്കണ്ട. ബ്രേക്ക് വിട്ടു കൊടുക്കും മേഡം. വിട്ടു കൊടുത്തേരും. ഒന്ന് ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ടെ. ഈ സൈഡിലേക്ക് ഒന്ന് ഒതുക്കി നിർത്തിക്കുക. തിരിച്ചുകൊണ്ട് പോകാൻ ഇങ്ങോട്ട് തിരിച്ചെടുക്കും. വണ്ടിയെ പതിയെ വിട്ടു കൊടുത്തോണ്ട് തിരിക്കും. കണ്ട വരുന്ന വരട്ടെ, വണ്ടി വരട്ടെ. ഈ സൈഡിലേക്ക് വന്നു തുടങ്ങുമ്പോൾ അതുപോലെ റൈറ്റിലേക്ക് മാറി വരണേ. പയ്യെ വിട്ടു കൊടുക്കും. മുന്നിലേക്ക് പോകുന്നതനുസരിച്ച് വണ്ടിയെ നേരെ ആക്കി കൊണ്ടുപോകാം. നീങ്ങത്തില്ല. ഒരു കല്ലിൻ്റെ പുറത്തിരിക്കുക. ഒരു ചെറുതായിട്ട് ഇത്തിരി ആക്സിലേറ്റർ കൊടുക്കുക. വേണ്ട, ബ്രേക്കിൽ ലെവലിൽ നിർത്തിക്കുക. നേരെ ആക്കി നിർത്തിക്കുക. ഓക്കെയാണ്? കുനിഞ്ഞ് നോക്കരുത് ആക്സിലേറ്റർ എവിടെയാന്ന്. ഇപ്പം നോക്കിയിട്ടാണ് ചവിട്ടിയത്, ശരിയല്ലേ? കാല് വലത്തേക്ക് മാറിയാൽ ആക്സിലേറ്റർ നമുക്ക് കിട്ടും, ഇടത്തേക്ക് മാറിയാൽ ബ്രേക്കും കിട്ടും. അതിനുവേണ്ടി നോക്കരുത്, ആലോചിക്കരുത് ഒരുപാട്. ഓക്കെയാണ്? നമുക്ക് വേഗത വേണ്ടെങ്കിൽ ബ്രേക്കിലേക്ക് കൊണ്ടുവന്നോണം. കാലിന് പോവാം വീണ്ടും മുന്നിലേക്ക്. റൈറ്റിൽ അത് ചരിഞ്ഞ നമുക്ക് ജസ്റ്റ് നോക്കി നിർത്തിയാണോ ഞാൻ വീണ്ടും പോട്ടെ മുന്നിലേക്ക്. വണ്ടി റോഡിലേക്ക് വരുന്നതനുസരിച്ച് അതിനെ ലെവൽ ചെയ്ത് കൊടുക്കും. വീണ്ടും എത്തി നോക്കാം ശംഭു. നോക്കുന്നുണ്ട്. റിലാക്സ് ആവുന്നില്ല. എത്തി നോക്കല്ലേ.
കൂളായിട്ടിരിക്കും. കൈയെ പറ്റി ചിന്തിക്കരുത് കേട്ടാ. എങ്ങോട്ട് പോകണോ അങ്ങോട്ട് കൈക്കൊരു മൂവ്മെന്റ് വിട്ടു കൊടുത്തേക്ക്. അല്ലാതെ ഇതെങ്ങനെ തിരിക്കണമെന്നൊന്നും ആലോചിച്ചിരിക്കരുത്. ഒന്നുമില്ല, നമ്മുടെ ഈ ഫ്രെയിം കറക്റ്റ് ആയിട്ട് തിരിഞ്ഞു വരണം നമുക്ക് പോകേണ്ട വഴിയിലേക്ക്, അത്രേ ഉള്ളൂ. അതിനെപ്പറ്റി ഒരുപാട് ആലോചിക്കരുത്. അതേപോലെ നമ്മള് വണ്ടിക്കകത്ത് ഡ്രൈവർ സീറ്റിൽ ഇരിക്കുമ്പോൾ കാണുന്ന വിഷ്വല് മതി, അല്ല എത്തി നോക്കി കാണുന്ന വിഷ്വല് വേണ്ട നമുക്ക്. ഇപ്പോഴും എത്തിയാ നോക്കുന്നത്, ചുമ്മാ ഇതൊക്കെ കൂളായിട്ടിരുന്നേ. ഒരു ഫോൺ അടിക്കും. സ്പീഡ് വേണ്ട നമുക്ക്, വളവ് വേണ്ട, ആക്സിലേറ്റർ ഒഴിവാക്ക്. ബ്രേക്ക് ചവിട്ടണ്ട, വെറുതെ കാല് വെച്ചു. സ്പീഡിലാണെങ്കിൽ മാത്രം ബ്രേക്ക് പ്രസ് ചെയ്താൽ മതി. വണ്ടിയെ പതിയെ ഒന്ന് ടേൺ ചെയ്ത് കൊണ്ടുപോകാം. കഴിഞ്ഞു. വീണ്ടും നീങ്ങട്ടെ. വീണ്ടും മുന്നിൽ മറവാന്ന് തോന്നി ആക്സിലേറ്റർ പിന്നെയും ഒഴിവാക്ക്. കണ്ട, പിന്നെയും കാഴ്ച കിട്ടി അവിടം വരെ. പതിയെ നീങ്ങട്ടെ. നോക്ക്, നമ്മുടെ സൈഡ് നോക്കി 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 ചെല്ല്. വേഗത വേണോ? കാരണം വലിയൊരു വളവാത്. ബ്രേക്ക് പ്രസ് ചെയ്യണമെന്നില്ല, വെറുതെ അവിടെ കാലൊന്ന് കൊണ്ടുവന്നാൽ മതി. പിന്നെ തിരിച്ച് ആക്സിലേറ്ററെ കൊണ്ടുപോകരുത് ഉടനെ. ആ, കാരണം നമുക്ക് ഇപ്പം അതിനുള്ള എക്സ്പീരിയൻസേ ഉള്ളൂ. പിന്നെ മാഡത്തിന് സ്ട്രൈറ്റ് ഒരു വിഷ്വൽ കിട്ടാതെ വണ്ടി ആക്സിലേറ്റർ വീണ്ടും കൊടുക്കരുത്. പോട്ടെ. നമുക്കിവിടെ വല്ല ഗ്രൗണ്ട് വല്ലതും ഉണ്ടോ ഓപ്പൺ ആയിട്ട് കിടക്കുന്ന വല്ല? അമ്പലത്തിന്റെ ചമക്കാവിന്റെ വലിയ ഗ്രൗണ്ടാണോ അതോ ചെറിയ ഗ്രൗണ്ടാണോ? ഗ്രൗണ്ട് വലുതാ. അവിടെ ഡ്രൈവിംഗ് നിരോധിച്ചിരിക്കുന്ന പരിശീലനം എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. നല്ല കാര്യം. വേറെ വല്ലതും ഉണ്ടായില്ല? വേറെ ഇല്ല, ഗ്രൗണ്ടായിട്ട് ഇത് ഫ്രീ ആക്കി വയ്ക്കുക, ആവശ്യമില്ല. ഞാൻ അത് ചെയ്യാത്ത എന്തുകൊണ്ടാണെന്നറിയാവാ? ഇപ്പൊ മാഡത്തിന്റെ ശരീരം വെച്ച് ബലം പിടിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഈ കൈ ഒഴിവാക്കിച്ചത് കേട്ടാ. അങ്ങനെ ഒഴിവാക്കിക്കൊണ്ട് ഓടിക്കണമെന്നല്ല ഞാൻ പറഞ്ഞു. ഇപ്പൊ ഒന്ന് ചെറിയ ഇതിന് വേണ്ടിട്ട് ഇപ്പൊ ഞാൻ ഒരു സപ്പോർട്ടിനുണ്ട്. മാഡം ബ്രേക്ക് ചെയ്താൽ ഞാനാണെങ്കിലും വണ്ടി തിരിച്ചു മാറ്റും. ബലം പിടിക്കരുത്. ഒരു ഹോൺ കൂടെ അടിക്കും. നമ്മൾ വരുന്നുണ്ടെന്ന് അറിയിട്ടാണ് ബ്രേക്ക് ഫ്രീ ആക്കി കൊടുക്കും. തിരിഞ്ഞു വന്നോട്ടെ, ഹോൺ അടിച്ചോട്ടെ, വണ്ടി കൊണ്ട് തന്നെ ഇരുന്നോളൂ. ഇങ്ങനെ ഒരു വിഷ്വല് കിട്ടുമ്പോൾ പതി ആക്സിലേറ്ററിൽ പോവാം. അത് മറയാൻ തുടങ്ങുമ്പോൾ വീണ്ടും ആക്സിലേറ്റർ ഒഴിവാക്കി കൊടുക്കും. ഇനി ബ്രേക്ക് നിർത്തിക്കുക. ന്യൂട്രലാക്കി വേണം. ന്യൂട്രലാക്കി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം? എടുത്തത് പിന്നെ എന്ത് ചെയ്യണം? ഹാൻഡ് ബ്രേക്ക് ഓൺ ചെയ്യും. ഇനി ബ്രേക്ക് ഒന്ന് റിലീസ് ചെയ്ത് ഓക്കെ. ലെഫ്റ്റ് ഒന്ന് തിരിച്ച് മുഴുവൻ നോക്കരുത് സ്റ്റിയറിങ്ങിൽ. നിർത്തിയിട്ടിരിക്കുമ്പോൾ ചെയ്യാൻ പറ്റുന്ന വേണ്ട. ഓടുമ്പോൾ എന്താ ചെയ്യാൻ പറ്റാത്തത്? ആരോഗ്യം എടുക്കാൻ നോക്കുന്നതുകൊണ്ടാ. റൈറ്റ് തിരിച്ച വീണ്ടും മൈൻഡ് പോലും ചെയ്യാതിരിക്കുന്നില്ലേ? നേരെ മതി. ഇങ്ങനെ തിരിക്കണമെന്നല്ല. ഞാൻ ശരീരം ഒന്ന് കൈയൊന്ന് ഫ്രീ ആക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിർത്തിയിട്ട് ഇത് ചെയ്യിച്ചത്. വീണ്ടും ഡ്രൈവിലേക്ക് മാറാം, നമുക്ക് പോവാം. ബ്രേക്ക് പ്രസ് ചെയ്തിട്ട് ഹാൻഡ് ബ്രേക്ക് ഓഫ് ചെയ്യാം. ഓക്കെയാണോ? പോട്ടെ. റോഡിലേക്ക് വരുന്നുണ്ടല്ലോ, അതിനനുസരിച്ച് നേരെ ആക്കുക. വിട്ടുകൊടുക്കും. ഈ സൈഡ് നോക്കി 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 വണ്ടി കീപ്പ് ചെയ്ത് കൊണ്ടുപോയിക്കും. പോട്ടെ. നാല് വിരൽ വെച്ച് സ്റ്റിയറിംഗിൽ പിടിച്ചു, കൃത്യമായിട്ട് പിടിച്ചു. അങ്ങനെ പിടിച്ചു. നമുക്കൊരു റൗണ്ട് തിരിക്കേണ്ടി വരുമ്പോൾ മാത്രം ആ വിരലൊന്ന് ഫ്രീ ആക്കി കൊടുത്താൽ മതി.
സൈഡ് നോക്കി അതിൻ്റെ ആവശ്യത്തിന് മാത്രമേ സ്റ്റിയറിംഗ് വിട്ടു കൊടുക്കാവുള്ളൂ. ബലം പിടിക്കരുത് ഇതിൽ. കഴിഞ്ഞല്ലോ അങ്ങനെ പയ്യെ പയ്യെ ടേൺ ചെയ്ത് ടേണായിട്ടില്ല. മേഡം എവിടെ നോക്കിയിരിക്കുന്നു? എത്തി നോക്കാതെ ദേ ഇവിടെ ഇവിടെ മുന്നിൽ ഓട്ടോയ്ക്ക് നേരെയല്ലേ നമ്മുടെ വണ്ടി പോകുന്നത്. ഒഴിവായാ ഇനി വീണ്ടും നമ്മുടെ സൈഡ് എവിടെയാ? അങ്ങനെ മേഡം ഇങ്ങനെ തന്നെ പിടിച്ചോണ്ടിരിക്കുന്നത്. അങ്ങനെയല്ല, നമുക്കൊരു ടേണിങ് കിട്ടുമ്പോൾ ശ്രദ്ധിക്കാതിരിക്കാനാ പറഞ്ഞത്. സ്റ്റിയറിംഗിൽ ശ്രദ്ധിച്ചാൽ നമ്മുടെ ടെൻഷനാവും, കൺഫ്യൂഷൻ ആവും മൊത്തം. സ്റ്റിയറിംഗുമായിട്ട് ഒരു ബന്ധവും ഇല്ല. അത് അതിൻ്റെ കൂട്ടത്തിൽ തിരിച്ചു കൊടുക്കാന്നുള്ള, അല്ല സ്റ്റിയറിംഗിൽ നോക്കിയിരിക്കേണ്ട കാര്യമൊന്നുമില്ല. മുന്നിൽ നോക്കിയാണ് നമ്മുടെ വളവിനും തിരിവിനും അനുസരിച്ച് ഇത് തിരിച്ചു കൊടുക്കാവുന്നേ ഉള്ളൂ. അതിൽ നോക്കേണ്ട കാര്യമില്ല കേട്ടോ സ്റ്റിയറിംഗിൽ. ഈ ഫ്രണ്ടിൽ ലെഫ്റ്റ് സൈഡ് നോക്കി പതിയെ ടേൺ ചെയ്ത് വണ്ടിയെ കൊണ്ടുപോകാം, വേഗത ഒഴിവാക്കിയിട്ട്. ലെഫ്റ്റ് സൈഡിൽ നിവരുമ്പോൾ വണ്ടിയെ നിവർത്തിയും കൊടുക്കണം. അതുപോലെ 2 കൈ സ്റ്റിയറിംഗിൽ. ഓക്കെ അല്ലേ? അങ്ങോട്ടെ ടേൺ ചെയ്തോ. അങ്ങനെ കൈ മലത്തണ്ട, 2 കൈ ഉപയോഗിച്ച് തന്നെ ടേൺ ചെയ്തോ. അതുപോലെ നേരെ ആക്കി കൊടുക്കും. ലെഫ്റ്റ് സൈഡിൽ റോഡ് ബെൻഡ് ആകുന്നതനുസരിച്ച് സ്റ്റിയറിംഗും ബെൻഡ് ചെയ്ത് കൊടുക്കണം, അതുപോലെ സ്ട്രെയിറ്റ് ചെയ്ത് കൊടുക്കണം. ഒന്ന് വേഗത മാറ്റി എന്നിട്ട് പതിയെ ടേൺ ചെയ്തു ആ ലെഫ്റ്റ് സൈഡ് നോക്കിയിട്ട്. നമ്മുടെ വണ്ടിയേക്കാളും മുന്നേ പറ്റണമല്ലോ. നമ്മളെ ഇരിക്കുന്ന ചെയറില് ചുമ്മാ ഇരുന്നാ മതി. എന്തിനാ എത്തി നോക്കുന്ന? ഒന്നുമില്ല, അവിടെ ചാരി ഇരിക്കുക, വേഗത കുറയ്ക്കുക, സമയത്ത് വേഗത കുറച്ച് കൊടുക്കുക, എന്നിട്ട് പയ്യെ ടേൺ ചെയ്ത് നമ്മൾ അവിടെ ചെല്ലുമ്പോ കണ്ടാ മതി. അല്ലാതെ മുന്നേ കണ്ടിട്ട് ഒരു കാര്യവും ഇല്ല. അഡ്വാൻസ് ആയിട്ട് നോക്കണ്ട, അവിടെ ചാരി ഇരുന്നോ. വേഗത ആക്കണ്ട, അങ്ങനെ തന്നെ ഇരുന്നാ മതി. തോന്നല, മനസ്സിലായ മേഡം? ആദ്യമേ തന്നെ മുന്നിൽ പോയിരുന്നു, അതിന്റെ ചോട്ടിൽ പോയിരുന്ന് ശീലിച്ച്. നമുക്ക് അതിന്റെ ആവശ്യമൊന്നുമില്ല. റിലാക്സ് ആയിട്ട് അവിടെ ഇരുന്നു. സമയത്ത് വേഗത കുറച്ച് തരണം. ഓക്കെ, തിരിക്കാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ തിരിച്ചോളാം. ഒരു വളവും വേഗതയുമായിട്ട് നമുക്ക് തിരിക്കണ്ട. ഓക്കെ, ലെഫ്റ്റ് സൈഡ് നോക്കി ടേൺ ചെയ്ത് കൊണ്ടുപോകാം, അത്രേ ഉള്ളൂ. ഈ ലെഫ്റ്റ് സൈഡ് നോക്കി തന്നെ ടേണായി വരണേ. വിട്ടു കൊടുക്കുക പതിയെ. ലെഫ്റ്റ് സൈഡിലോട്ട് കൊണ്ടുപോകാൻ വണ്ടിയെ പതിയെ നീങ്ങി ചെല്ലട്ടെ. അത്രയും ബ്രേക്ക് ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നു. നമുക്ക് കാണാമല്ലോ മുന്നിൽ എന്താണ്, ആരും ഇല്ലാന്ന് നമ്മൾ കണ്ടു. ഹോൺ അടിച്ചോ? സൈഡ് റോഡുകൾ കാണുമ്പോൾ ഒരു ഹോൺ അടിച്ചോ? ആക്സിലേറ്റർ വേണ്ട, വെറുതെ ബ്രേക്കിനവിടെ കൊണ്ടുവന്നു. ഓക്കെ, എന്നിട്ട് പയ്യെ ലൈറ്റായിട്ട് ഇവിടെ നോക്കി തിരിഞ്ഞു വരട്ടെ. ബ്രേക്ക് പ്രസ് ചെയ്യണ്ട, അത്രേ. ഇവിടെ ശ്രദ്ധിച്ചിട്ട് ചുമ്മാ തിരിക്കരുത്. വണ്ടിയെ വിട്ടു കൊടുക്കും മുന്നിലേക്ക്. നമ്മളിപ്പോഴേ റോഡിൻ്റെ സൈഡിലേക്ക് എത്തുന്നതേ ഉള്ളൂ. കണ്ട, ഇനിയാണ് തിരിയണോ വേണ്ടെന്ന് തീരുമാനിക്കുന്നത്. തിരിഞ്ഞു, ഇപ്പോൾ ദേ ലെഫ്റ്റ് സൈഡിലായി വീണ്ടും. അതെ, പിന്നെയും വണ്ടി മുന്നിലേക്ക് പോകുന്നതനുസരിച്ച് ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നോണം. പോട്ടെ, ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നോണ്ടിരിക്കും.
അത് തന്നെ. പോട്ടെ. അതെന്ത് ഓഡിറ്റോറിയം ആണ് അത്? ആ എന്താ അതിനകത്ത് കയറാനുള്ള പെർമിഷൻ വേണ്ടി ഒന്ന് തിരിക്കായിരുന്നല്ലേ? സമ്മതിക്കത്തില്ല അല്ലേ? ചമക്കാവ് മൈതാനത്ത് വേണമെങ്കിൽ ഇറക്കാമായിരിക്കും ഇല്ലയോ? അതെവിടെയാ? ഇങ്ങോട്ട് വന്ന വഴിക്ക് വെൺമണി കഴിഞ്ഞ് കുറച്ചും കൂടെ അമ്പലത്തിന്റെ വലിയ ഗ്രൗണ്ട് ഒക്കെയാണ്. ആ എന്നിട്ടാണ് ഇടി വീട്ടിൽ കിട്ടാനല്ലേ? ഒന്നും ഒരു പ്രശ്നവും ഇല്ല. അതെടുത്ത് തലേ വയ്ക്കരുത്. ഇത്ര നേരം ചെയ്ത കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ലെഫ്റ്റ് സൈഡ് കീപ്പ് ചെയ്ത് വണ്ടിയെ കൊണ്ടുപോകണം. പോട്ടെ. ലെഫ്റ്റിലേക്ക് ഇത്തിരി മാറി വാ. ലെഫ്റ്റിലേക്ക് മാറ്റി കൊണ്ടുപോകാം. ആക്സിലേറ്റർ വേണ്ട, തിരിഞ്ഞു വരട്ടെ. ഇനി ഇത്തിരി ആക്സിലേറ്റർ കൊടുക്കും ഒരു പൊടിക്ക്. ഈ ഹമ്പ് കയറാണ്. വീണ്ടും കാല ആക്സിലേറ്റർ ഒന്ന് മാറ്റി തിരിഞ്ഞു പോകാം ലെഫ്റ്റിലേക്ക്. തിരിഞ്ഞില്ല. മതി എത്തി നോക്കരുതേ കേട്ടോ. ഈ സൈഡ് തിരിഞ്ഞു വരും. വണ്ടിയെ വിട്ടു കൊടുക്കും മുന്നിലേക്ക് പതിയെ. ഇനി തിരിച്ചുകൊണ്ടിരിക്കരുത്. ഇനി നേരെ ആക്കാനുള്ളതാണ്. കുറച്ചായിട്ട് നേരെ ആക്കിക്കൊണ്ടിരിക്കും. മുഴുവൻ നേരെ ആക്കുകയും ചെയ്യരുത്. വണ്ടി ലെഫ്റ്റ് സൈഡിൽ വരുമ്പോൾ കഴിഞ്ഞില്ലേ? ഇനി പോട്ടെ. വേണം റിലാക്സ് ആയിട്ട് വേണം നമുക്ക് ഈ ജംഗ്ഷൻ എല്ലാം വന്ന് ഫ്രീ ആയിട്ട് തിരിഞ്ഞു പോകാൻ പറ്റുന്ന ജംഗ്ഷനാണ്. ഉള്ളിൽ ടെൻഷൻ വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പോട്ടെ. വണ്ടിയെ ലെഫ്റ്റ് സൈഡ് കീപ്പ് ചെയ്ത് ഓടിച്ചുകൊണ്ടേയിരിക്കും. ലെഫ്റ്റ് സൈഡിൽ നിന്ന് അകലുന്നു തോന്നുമ്പോൾ വീണ്ടും അടുപ്പിക്കണം. അടുത്ത് പോകാൻ സമ്മതിക്കരുത്. അതിന് തട്ടാത്തൊരു അകലം എടുത്ത് മുന്നിലേക്ക് പോവുക. അതിൽ തട്ടുന്നില്ല എന്ന് തോന്നുന്നു അത്രയും അകലം എടുക്കുക. അതുമായിട്ട് നമ്മുടെ ചിന്തയല്ലേ അതല്ല. മാഡം ലെഫ്റ്റ് സൈഡ് നല്ലപോലെ കീപ്പ് ചെയ്യുന്നുണ്ട് കറക്റ്റായിട്ട്. ഇറക്കമാണ്, ഒരു വളവുമാണ്. അപ്പൊ കാല് ബ്രേക്കിൽ പോവാം. വേഗത കുറച്ചിട്ട് പതിയെ തിരിഞ്ഞു പോവാം. അത്രയും ചേർക്കണം. പോട്ടെ. ആ ചേട്ടൻ ഓടാൻ പോവുമായിരുന്നു. നോക്കിയ നോട്ടം കണ്ടായിരുന്ന ഓടണോ വേണ്ടേന്ന്. ആ കാലമൊക്കെ കഴിഞ്ഞു. ഇത് 2024 യുദ്ധവിമാനം വരെ പറത്തുന്നു പെണ്ണുങ്ങള്. പിന്നെ മനസ്സ് വെച്ചാൽ സാധിക്കാതായിട്ടൊന്നുമില്ല. ഒരു വളവിലും വേഗത വേണ്ട. ആക്സിലേറ്റർ അങ്ങ് ഒഴിവാക്കിയേക്ക്. എന്നിട്ട് നമ്മുടെ സൈഡ് നോക്കി ടേൺ ചെയ്ത് ആണോ? അതാ ഇത്ര പേടി റോഡിൽ ഇറങ്ങുമ്പോ. ആക്സിലേറ്റർ ഒന്ന് ഒഴിവാക്കണം. ഇപ്പോഴല്ല, ആ വളവ് തിരിക്കാൻ തുടങ്ങുമ്പോൾ. അവിടം വരെ നമുക്ക് ഓടി തന്നെ ചെല്ലാം. ബ്രേക്ക് പ്രസ് ചെയ്യുകയും ചെയ്യരുത് അനാവശ്യമായിട്ട്. അല്ലാതെ മാഡം അത് പ്രസ് ചെയ്യുന്നോണ്ടാ ബ്രേക്കിൽ. വണ്ടി ഒന്ന് ഫ്രീ ആക്കി വിട്ടുകൊടുത്താൽ മതി. ബ്രേക്ക് ചെയ്യാൻ റെഡി ആയിട്ട് ഇരുന്നാൽ മതി വണ്ടിയിൽ. പോട്ടെ. സൈഡിലോട്ട് വണ്ടി വരുന്നത് വരെ ഇങ്ങനെ നിവർത്തും. എളുപ്പം നേരെയാണ്. തിരുവിടും. വണ്ടി നേരെയാണോ? ഇപ്പം നേരെയാണോ? ഉറപ്പല്ലേ? നിർത്തി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം നമ്മള്? ഇനി എന്ത് ചെയ്യണം? ഹാൻഡ് ബ്രേക്ക് ഓൺ ആക്കണം. ബ്രേക്ക് എന്ന് വിടും. ലെഫ്റ്റിലേക്കൊന്ന് ഫുള്ള് തിരിച്ച് 2 കൈ കൊണ്ട് പെട്ടെന്ന് നോക്കിയിരിക്കാതെ. കണ്ടോ, നമുക്ക് തിരിക്കാൻ അറിയാമല്ലോ. റൈറ്റിലേക്ക് ഫുള്ള് തിരിച്ച് എളുപ്പം തിരിക്കും. ഈ മനസ്സ് വന്നാൽ മതി. പക്ഷെ വളവിൽ വരുമ്പോൾ മേഡത്തിന് ഈ മനസ്സില്ല. മേഡം എന്താ ചെയ്യുന്നതെന്ന് പറയാൻ പറ്റില്ല. 2 കൈ ഉപയോഗിക്കുകയില്ല, എന്നാൽ അത് ഉപയോഗിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ല, മേഡത്തിന് ഇപ്പോൾ തിരിക്കാൻ അറിയാം.
ഈ മനസ്സുണ്ടായാൽ മതി. വളവ് വരുമ്പോഴാണ് എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കേണ്ടത്. ഒന്ന് ലെഫ്റ്റിലേക്ക് തിരിച്ച് പെട്ടെന്ന്, റൈറ്റിലേക്കൊന്ന് ഫുള്ള് തിരിച്ച്. നോക്കരുത് സ്റ്റിയറിംഗിൽ, തട്ടി നിൽക്കും അവസാനം. നിന്നാ ലെഫ്റ്റിലേക്കൊന്ന് ഫുള്ള് തിരിച്ച്, റൈറ്റിലേക്കൊന്ന് ഫുള്ള് തിരിച്ച്. എളുപ്പം. ഓക്കെ അല്ലേ? നമുക്ക് പോവാം. അപ്പോൾ വണ്ടി റൈറ്റിലേക്ക് ഫുള്ള് തിരിഞ്ഞിരിക്കുക, ഡ്രൈവിലേക്ക് ഇടും. ഓക്കെ, ഹാൻഡ് ബ്രേക്ക് ഓഫ് ചെയ്യും. വണ്ടി മുന്നിലേക്ക് വിട്ടു കൊടുക്കുമ്പോൾ റൈറ്റ് ഫുള്ള് തിരിഞ്ഞിരിക്കുക, അതിനെ നേരെ ആക്കിക്കോണം. ഓക്കെ അല്ലേ? പുറകിൽ വണ്ടി ഉണ്ടോ നോക്ക്, റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ട് കൊടുക്കും. പുറകിൽ വണ്ടി ഉണ്ടോ നോക്കിയേ, ഇല്ലല്ലോ, പയ്യെ വിട്ടു കൊടുക്കും വണ്ടി. ഇനി മുന്നിലേക്ക് നോക്കിക്കും, നേരെ ആക്കി കൊണ്ടുപോവാം. അപ്പോഴും കൈ മാറിയാണ്ട, കറക്കി കറക്കി കൊണ്ടുപോവാം. വിട്ടു കൊടുക്കുന്നതനുസരിച്ച് കൈ കറക്കി കൊണ്ടുപോവാം. പോയി കണ്ട, വണ്ടി ഇറങ്ങിയപ്പോൾ ആള് മാറിയാണ്ട, തിരിഞ്ഞു പോവാം. ആ അങ്ങനെ തിരിച്ചുകൊണ്ട് ഇരിക്കരുത്. നോക്ക് എങ്ങോട്ടാ പോണേന്ന്. ഇത്തിരി മുന്നിലേക്ക് എടുക്കും. ഞാൻ പറയാം, പയ്യൊന്ന് ബ്രേക്ക് നിർത്തിക്കുക. ഇവിടെ നിർത്തിയാ റൈറ്റിലേക്ക് ഫുള്ള് തിരിച്ച്, രണ്ട് കൈ വെച്ച് ഫുള്ള് തിരിക്കും. വണ്ടി വിടണ്ട, ഫുള്ള് തിരിക്കും, ഫുള്ള് തിരിക്കും. ഓക്കെ, കയ്യെ പറ്റി ആലോചിക്കരുത്, മുന്നിലേക്ക് നോക്കിക്കോണം. ഈ വണ്ടി റൈറ്റിലേക്കേ പോകുള്ളൂ, ലെഫ്റ്റിലേക്ക് കൊണ്ടുവരണം ഈ വണ്ടിയെ. ഓക്കെ അല്ലേ? റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ടേ. വീണ്ടും പുറകിൽ വണ്ടി ഉണ്ടോ നോക്കിയേ, ഉണ്ടാ? ഇനിയില്ലല്ലോ, പതിയെ മുന്നിലേക്ക് പോട്ടെ. കൈ എങ്ങനെ വെക്കണം അതുകൊണ്ട് ആലോചിക്കരുത്. നമുക്ക് കൈ എടുത്ത് തിരിക്കാൻ അറിയാം. ലെഫ്റ്റിലേക്ക് പോകല്ലേ, ലെഫ്റ്റിലേക്ക് എങ്ങനെ തിരിക്കേണ്ടതെന്ന് മേഡത്തിന് അറിയാം. അതങ്ങ് തിരിച്ചു മാറിയാൽ മതി. ബ്രേക്ക് പോരുത്. പുറകിൽ വണ്ടിയുണ്ട്, വീട്ടിൽ പോവല്ലേ. ഒരുപാട് വണ്ടികളുണ്ട് ഇനി. ഒരു ആംബുലൻസും കൂടെ ഉണ്ട്, അതും കൂടെ. കയ്യെ പറ്റി ആലോചിക്കരുത് കേട്ടാ. പുറകിൽ ഒരു 2 വീലറും കൂടെ ഉണ്ട്, അതും കൂടെ നോക്കി. കഴിഞ്ഞാ പയ്യെ വിട്ടു കൊടുക്കുക. എന്നിട്ട് നേരെ ആക്കിക്ക്, നേരെ ആക്കി കൊണ്ടുപോവാം. അത്രേ ഉള്ളു കാര്യം. വിട്ടു കൊടുക്കുക. എന്നിട്ട് തിരിച്ചുകൊണ്ടിരിക്കരുത്. വണ്ടി എങ്ങോട്ടാ പോണേന്ന് നോക്കിക്കോണം. തിരിച്ചുകൊണ്ടിരിക്കരുത്. വണ്ടി പോകുന്നതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാവുള്ളൂ. പിന്നെ പയ്യെ സൈഡിലേക്ക് മാറി വിട്ടു കൊടുക്കുക. പോട്ടെ, പൊയ്ക്കോ. ഇനി അത്രയും മതി. ഇനി അകലാൻ നോക്കരുത് അവരുടെ അടുക്കൽ. പോട്ടെ. പിന്നെ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ട് കൊടുത്ത് വണ്ടിയുടെ വേഗത കുറച്ച്, ബ്രേക്ക് കാല് വെച്ചു വെറുതെ. ഓക്കെ, ഞാൻ പറയുമ്പോൾ ലെഫ്റ്റിലേക്ക് കൊണ്ടുവന്ന വണ്ടിയെ കൈ എടുത്ത് കൊണ്ടുപോവാം. മതി, കൊണ്ടുപോവാം. മതി. റൈറ്റിലേക്ക് ആക്കിക്കുക. അതുപോലെ കുറച്ചായിട്ട് ലെവലാവുമ്പോൾ നിർത്തിക്കുക. നിർത്തിയാ നേരെ ആയാ വണ്ടി ആയില്ലേ? റൈറ്റ് ഫുള്ള് തിരിച്ച് വെച്ചു. ഓക്കെ, കയ്യെ പറ്റി ആലോചിക്കരുത്, ചുമ്മാ തിരിച്ചുകൊണ്ട് ഇരിക്കരുത്. വണ്ടി റൈറ്റിലേക്ക് വരും. നമുക്ക് വരേണ്ട അത്രയും സ്ഥലം വരുമ്പോൾ നേരെ ആക്കിക്കോണം. ഓക്കെ ആണോ? പോവല്ലേ. റൈറ്റ് ഇൻഡിക്കേറ്റർ. പുറകിൽ വണ്ടി ഉണ്ടോ നോക്ക്. ഇനിയും ഇല്ലേ? അതും കൂടെ പോട്ടെ. ഇനി പുറകിൽ നോക്കിയിരിക്കരുത്, അത് പാസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ. ഓക്കെ, മുന്നിലേക്ക് നോക്കും. വണ്ടിയെ വിട്ടു കൊടുക്കുന്നതനുസരിച്ച് നേരെ കൊണ്ടുവന്ന് എളുപ്പം. വിട്ടു കൊടുക്കുന്നതനുസരിച്ച് കൊണ്ടുപോവാം. നോക്ക് വണ്ടി അങ്ങോട്ടാ ഇനി പോകാൻ പോണേന്ന് നോക്ക്. കുറച്ച് തിരിച്ചിട്ട് വെയിറ്റ് ചെയ്യണം. കണ്ടാ? ശരിയല്ലേ? പോട്ടെ. പോകുന്നതനുസരിച്ച് പതിയെ നമ്മുടെ സൈഡിലേക്ക് എത്തിക്കും. വിട്ടു കൊടുക്ക് പതിയെ. പോട്ടെ. പോയില്ല. അങ്ങനെ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ടാ പതിയെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവന്ന വണ്ടിയെ ഉരുട്ടി കൊണ്ടുപോകാം. വന്നില്ല, നമ്മൾ നടുക്ക് നിൽക്കും. മതി. വണ്ടി വിട്ടു കൊടുക്കും ലെഫ്റ്റ് സൈഡിലേക്ക്. ലെഫ്റ്റ് സൈഡിൽ എത്തുമ്പോഴത്തേക്ക് ഇതിനെ നേരെ ആക്കണം. സ്ട്രെയിറ്റ് ചെയ്ത് വയ്ക്കും വണ്ടിയെ. സ്ട്രെയിറ്റ് ആയാ ആകുന്നിടത്ത് നിർത്ത്. ഓക്കെ, റൈറ്റ് ഫുള്ള് തിരിച്ച്. റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ടെ. പുറകിൽ വണ്ടി ഉണ്ടോ നോക്ക്. അമ്പലത്തിൽ വല്ല പരിപാടി നടക്കുന്നുണ്ട് ഇവിടെ. ചെണ്ടോട്ടം വെച്ചേക്കുന്നു.
നെഞ്ചിടിക്കുന്നതല്ലേ? പിന്നെ അറിയത്തില്ല. പതിയെ പോവല്ലേ. ആ പതിയെ വണ്ടി വണ്ടി വരുന്നുണ്ട്. അത് കുഴപ്പമില്ല. ഇപ്പോ നേരെയാക്കി വാ. രണ്ട് കൈ എടുക്കുക. അവരെ നോക്കരുത്, അവരെ ആരും നോക്കിയിരിക്കുക. വണ്ടി പയ്യെ വിട്ടുകൊടുത്ത് നേരെയാക്കി കൊണ്ടുപോകാം. പതിയെ വിട്ടു കൊടുത്തോണ്ടിരുന്നു. നമുക്ക് തിരിക്കാൻ അറിയാം എങ്ങോട്ടാ കൊണ്ടുവരണ്ടെന്ന് വെച്ചാൽ അങ്ങോട്ട് കുറച്ചായിട്ട് കൊണ്ടുവന്നില്ല. വിട്ടു ഓട്ടെ അങ്ങനെയായില്ലേ വണ്ടി? വണ്ടി മുന്നിലേക്ക് വിട്ടു കൊടുക്കുക. എങ്കിലല്ലേ നമുക്ക് അതിനെ ലെവൽ ചെയ്ത് എടുക്കാൻ പറ്റുള്ളൂ. ലൈനിലാക്കിയിട്ടേ കൊണ്ടുപോകുള്ളെന്ന് വാശി പിടിക്കരുത്. മുന്നിലേക്ക് പോകുന്നതനുസരിച്ച് ലെവൽ ചെയ്ത് കൊണ്ടുവന്നാൽ മതി. കാരണം വണ്ടികൾ ഇല്ലാത്തപ്പോഴാണ് നമ്മൾ മുന്നിലേക്ക് ഇറങ്ങിയത്.